ഹായ്. അപ്പോൾ നമ്മള് നമ്മുടെ ഭൂമി എന്നുള്ള ആ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസും അതായത് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തിരുന്നോ? എന്താണ് എങ്ങനെയാണോ എന്നൊക്കെ ഒന്ന് പറയാട്ടോ. ഓക്കെ, എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നോക്കാം നമുക്ക് എന്തായിരുന്നു. ടോട്ടൽ 20 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. 10 മിനിറ്റിനുള്ളിൽ നമ്മളത് എക്സാം ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത്? എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, ഏതാൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഏതാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയുത്തരം നൽകാനാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. എന്താണ്? ശരിയാണ് അല്ലെ. ഖരരൂപത്തിലാണ് ഭൂവൽക്കം കാണപ്പെടുന്നത്. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം അതുപോലെ സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അതും എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയെന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 30 കിലോമീറ്റർ ആണ് അല്ലെ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയാണ്? അത് 5 കിലോമീറ്റർ ആണ്. കിട്ടിയിരുന്നോ? ഓക്കെ, ഇനി മാൻഡിൽ ഏകദേശം എത്ര കിലോമീറ്റർ ആണ് വ്യാപിച്ച് കിടക്കുന്നതെന്ന് കണ്ടെത്താൻ എത്രയായിരുന്നു? 2900 കിലോമീറ്റർ. ശിലാമണ്ഡലം എന്നാൽ ഡേഷ് എന്നിവ കൂടിച്ചേർന്നതാണ്. ഏതൊക്കെ കൂടിച്ചേർന്നതാണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും അതുപോലെ മാൻഡിലിന്റെ ഉപരിതലവുമാണ് അല്ലെ. അതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നു. ശിലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിതലവും കൂടി ചേർന്ന ഇതിനെയാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ശിലാമണ്ഡലത്തിന് താഴെയായി കാണപ്പെടുന്ന അസ്തനോസ്ഫിയർ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഏത് അവസ്ഥയിലാണ്? അർദ്ധദ്രവാവസ്ഥയിൽ അല്ലെ, അർദ്ധദ്രവാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യന്, കാമ്പ് എന്ന ഭാഗം പ്രധാനമായി നിർമ്മിതമായിരിക്കുന്നത് ഏതൊക്കെ ലോഹങ്ങളിലാണ്? കാമ്പ് എന്ന ഭാഗം പ്രധാനമായിട്ടും നിർമ്മിതമായിരിക്കുന്നത് ഏതൊക്കെ ലോഹങ്ങളിലാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയായിരുന്നു? നമ്മൾ നിഫെ എന്ന് പഠിച്ചിരുന്നല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? നിക്കലും അതുപോലെ അയണും. നിഫെ അല്ലെ, പഠിച്ചത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? ഏതാണ്? നൈട്രജൻ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യന്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം അതേതാണ്? അത് നമുക്കറിയാം, ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ്. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? എത്രയാണ്? എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എത്രയാണ്? 7 ശുദ്ധജലത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷ പാളിയുടെ ശരിയായ ക്രമം അല്ലെ, നമ്മൾ ആദ്യം വരുന്നത് എന്താണ്? താഴേന്ന് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ട്രോപ്പോസ്ഫിയർ, ദെൻ സ്ട്രാറ്റോസ്ഫിയർ, ദെൻ മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ ആണല്ലോ. കിട്ടിയിരുന്ന ആൻസർ ഒക്കെ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ട്രോപ്പോസ്ഫിയറിൽ വെച്ച് നടക്കുന്ന ക്രമമായ താപനഷ്ട നിരക്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് തോതിലാണ് അന്തരീക്ഷ താപനില കുറയുന്നത്? എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. നമ്മൾ പറഞ്ഞു 165 മീറ്ററിന് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഓസോൺ വാതക സാന്നിധ്യമുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മേഖല ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? അയണോസ്ഫിയർ. 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന മേഖല ഏതാണ്? അത് മെസോസ്ഫിയർ ആണ് അല്ലെ. ഓക്കെ, കിട്ടിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഉൽക്കകൾ കത്തിച്ചാരമാവുന്ന അന്തരീക്ഷ മേഖല കൂടെയാണ് ഏതെന്ന് പറയുന്നത്? മിസോസ്ഫിയർ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 ഓക്കെ, അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അതായത് 1988 എന്നാണ് 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് എന്ത് ചെയ്തത്? ഓസോൺ പാളി സംരക്ഷണ ദിനം പ്രഖ്യാപിച്ചിട്ടുള്ളത്.
1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത് എന്നാന്ന് ചോദിച്ചാൽ അത് 1994 മുതലാണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രസ്താവന പരിശോധിച്ച് ശരിയുത്തരം നൽകുക. എന്താണ് ക്വസ്റ്റ്യൻ? ഇതായിരുന്നു, പ്രസ്താവനകൾ ഇതായിരുന്നു: അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെ കാണുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അതെന്താണ്? ശരിയായിട്ടുള്ളതാണ്. ധ്രുവ പ്രദേശത്ത് 18 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 8 കിലോമീറ്റർ ഉയരവുമാണ് ട്രോപ്പോസ്ഫിയറിനുള്ളത്. അതെന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് അല്ലെ. ധ്രുവ പ്രദേശത്ത് 8ഉം ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 ഉയരമാണ് ട്രോപ്പോസ്ഫിയറിനുള്ളത്. അപ്പൊ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള പ്രസ്താവന തെറ്റാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസം ഈ പാളിയിലാണ് നടക്കുന്നത്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി 400 കിലോമീറ്ററിന് മുകളിൽ കാണുന്ന അന്തരീക്ഷ പാളി ഏത്? എക്സോസ്ഫിയർ ആണ് അല്ലെ. എക്സോസ്ഫിയർ ആണ് 400 കിലോമീറ്ററിന് മുകളിൽ കാണുന്ന അന്തരീക്ഷ പാളി. അപ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത് എക്സാം അല്ലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ മാർക്കൊക്കെ സ്കോർ ചെയ്തോ? അതല്ല ഇനി 1-2 മാർക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ എത്ര തെറ്റിയാലും നമ്മൾ എന്ത് ചെയ്യാം, അത് പിന്നെ നമ്മളെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടാവും. തെറ്റിയ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ഇതാവൊന്നും വേണ്ട. അപ്പം എന്ത് ചെയ്യാം, ഇനി എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ കാണുക, എക്സാമുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.